ഗായ്സ്, ഞങ്ങളുടെ വീട്ടിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, ആടുകളൊക്കെ ഉണ്ട്. ഇവന്റെ പേര് ഞാൻ പറഞ്ഞത് ശംഭുക്കുട്ടൻ. ഇവന്റെ ശങ്കരി, പിങ്കിയും അവൻ ശങ്കരനും അകത്താണ്. ഞങ്ങളിവിടെ 2 പശുക്കുട്ടികളുണ്ട്. ഇവിടെ ഈ തൊയ്റ്റ് കാണുന്നില്ലേ, അതിൻ്റെ അകത്തൊക്കെ പശുക്കുട്ടികൾ ഇരിക്കുവാണ്. നേരത്തെ ഈ പിങ്കിയും ശങ്കരിയൊക്കെ അത് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ മണിക്കുട്ടി. ഇതാണ് നമ്മുടെ മണിക്കുട്ടി. ഇങ്ങോട്ട് ബാ. ഇതാണ് നമ്മുടെ കുക്കുമോള്. പിന്നെ അവിടെ നിൽക്കുന്ന ആളാണെന്ന് അറിയാവാ, അത് ഞങ്ങളുടെ കോഴിക്കുഞ്ഞാണ്. കുറെ എണ്ണം ഉണ്ട്. അതുങ്ങളൊക്കെ പാട്ടുപാടി അങ്ങോട്ടെങ്കിലും പോയിരിക്കുവാണ്. അപ്പൊ നമുക്ക് ഇനി അതുങ്ങൾക്ക് പുല്ല് കൊടുത്തിട്ട് നമുക്ക് കാണാം. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. പുല്ല് എടുക്കുമ്പോ എനിക്ക് ശ്രദ്ധയിലായി. 2 പേരും കൂടി പുല്ല് കഴിക്കട്ടെ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ നിന്നിട്ട്. അപ്പൊ അത് ഞാനങ്ങനെ പോണ്. പിന്നെ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വന്നതേ ഉള്ളു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഉമ്മയ്ക്ക് വന്നാൽ ഞാൻ അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയി പോയത് കേട്ടോ. അതും ഒന്നും ഓർക്കല്ലേ കേട്ടാ, ഞാൻ ലേറ്റ് ആയി പോയത് എന്താണെന്ന്. അപ്പൊ നമ്മള് ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ്. ഇനി അടുത്തത് നമ്മുടെ ഈ ശംഭുക്കുട്ടന്റെ കുറിച്ച് ഓട്ടം ചാട്ടം ഒക്കെയാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ കരയുന്ന എന്താണെന്ന് അറിയാവാ. ഇവിടെ ആട്ടുംകുട്ടികളൊക്കെ അവിടെയാണ്. അപ്പൊ നമുക്ക് കെട്ടിയിട്ടോണ്ട് കാണാം. അപ്പൊ ഞാനങ്ങനെ അവനെ വിട്ടുകളഞ്ഞ. അവൻ ഭയങ്കര സ്പീഡാണ്, അതുകൊണ്ടാണ് ഞാൻ വിട്ടുകളഞ്ഞത്. അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പതിയിരിക്കണയാണ്. ഞാൻ അയച്ചില്ല, ഞാൻ വേറെ ആട്ടുംകുട്ടിയിട്ട്. അത് അവൻ തന്നെയാണ് ചെറുതാണ്. 5 മാസം പോലും ആയില്ല, ഞാൻ ജനിച്ചിട്ട് കുറെ വർഷമായി. അപ്പൊ അങ്ങനെ വലുതായി ചെറുതൊക്കെ ആയിരിക്കുവാണ്. അപ്പൊ നമ്മള് ശങ്കരിക്ക് പുല്ലെടുത്ത് കൊടുക്കുവാണ്. അപ്പൊ അവള് തീറ്റ സമയത്താണ്. എടുക്കട്ടെ. ഞാൻ നേരത്തെ കാണിച്ചത് ശങ്കരയല്ല, അതിന്റെ മുമ്പ് കാണിച്ചത് ശംഭുവല്ല. ഇവന്റെ പേര് ശങ്കരൻ. ഞാൻ പറയാൻ വന്നവരാണ്. ഇവന്റെ പേര് ശങ്കരൻ. അപ്പൊ ഇവൻ അങ്ങോട്ട് ഓടിയതാണ്, നിങ്ങളെ കാണിക്കാൻ വന്നവരാണ് ഓടിയത്. ഇവരെ കൊണ്ട് ഞാൻ പുല്ല് ഇന്നിപ്പിക്കണം. ഇവന്റെ കയ്യിലൊക്കെ അയച്ചു വിട്ടേക്കണയാണ്. ഞാൻ പിടിച്ചു വെച്ചേക്കണയല്ല, അവൻ പുല്ല് തിന്നോണ്ടിരിക്കുവാണ്. പക്ഷെ ഇവനായിട്ടൊക്കെ അവിടെ ഫോട്ടോ എടുക്കണ്ടേ? നമുക്ക് എടുക്കണം. അപ്പൊ അതൊന്ന് എടുത്ത് കാണിക്കാവേ. നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാം കൂട്ടുകാരെ. എന്റെ അമ്മക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. ഞാനും അച്ഛനും കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. എന്നോട് ഇണങ്ങിയുള്ള ഞാൻ ഇവര് ജനിച്ചു തൊട്ടാൽ ഞാൻ ഇങ്ങനെ തൊടാറുണ്ടായിരുന്നു. അപ്പൊ അവരെങ്ങനെ ജനിച്ച് ഇണങ്ങി എന്നെ അടുത്തോട്ട് വരണയാണ്. ഇവിടെ തന്നെ ഇതുങ്ങള് വിരിഞ്ഞരാണ്. മൊത്തം വിരിമിച്ചിട്ട് എന്നെ കാണാൻ തുടങ്ങിയതാണ്. ആ വൈറ്റാണ് ഫസ്റ്റ് ഉണ്ടായത്. ആ പൊക്കമിച്ചില്ലേ, അതാണ് ഫസ്റ്റ് ഉണ്ടായത്. അതിനെ കുറെ വർഷമായി കണ്ടിട്ട്. ആ തലക്കോടീനെ കാണാനില്ലാത്ത അതിനെ കൊടുത്ത്. പിന്നെ അതെന്താന്നറിയാവാ, ഈ അതിൻ്റെ അകത്ത് കയറാനടുത്തില്ലേ, ഈ എല്ലാരെയും കൊത്തുവാഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാഞ്ഞത്. ആ ഫസ്റ്റ് ജനിച്ചതിന് മാത്രം ഇങ്ങനെ നന്നായിട്ട് വളർത്തിയതാണ്. അല്ലെങ്കിൽ അതുങ്ങളെ നോക്കാനടുത്ത് അത് കൊത്തുവാഞ്ഞ്. അപ്പൊ അതുങ്ങളെ
10 അങ്ങോട്ട് വെച്ചാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇച്ചിരിയൊക്കെ തല ഊത്തി കുടിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് മാത്രമല്ല ലൈക്ക് എല്ലാം ചെയ്യണം. ഇപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിപ്പോ അല്ലബി വെക്കട്ടെന്ന് അറിയാം. എന്റെ കയ്യിൽ ഇതേ ഈ പാത്രം ഇരിക്കാം, നിങ്ങൾ കണ്ടില്ല ഞാൻ. അതുകൊണ്ടാണ് ഉമ്മ വൈൻഡപ്പ് ഈ ലവ് കാണിക്കട്ടെ.